ചൂരൽമലയും മുണ്ടക്കൈയുമൊക്കെ വലിയ ദുരിതത്തിലാണ്. പക്ഷേ ആ ദുരിതമുണ്ടാകുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ തൊട്ട് മുൻപ് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് എനിക്കൊപ്പോൾ ഉള്ളത്. ഇപ്പോൾ മുണ്ടക്കൈ സ്റ്റേഷനിലെ തന്നെ ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാർ സാറുണ്ട്. നമുക്ക് എന്താണെന്ന് സംഭവിച്ചതെന്ന അക്ഷരാർത്ഥത്തിൽ കാണുകയും തലനാരിഴക്കെങ്കിലും ജീവിതം രക്ഷപ്പെടുകയും ചെയ്ത മനുഷ്യർ കൂടിയാണ് ഇവർ. ഇപ്പോഴും അവർ പക്ഷേ ഇവിടുത്തെ സേവനങ്ങളിൽ മുതിർന്നിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് അന്ന് എത്ര മണിക്കാണ് നിങ്ങൾ ഈ ഒരു സംഭവം അറിയുന്നത്? ഏകദേശം 1:45 നൈറ്റ് പെട്രോളിങ്ങിന് പോയി വരുന്ന ടീം ഈ മുണ്ടക്കൈ പാലത്തിൻ്റെ മുകളിൽ വെള്ളം കലങ്ങിയതായിട്ട് കാണുന്നത്. ഉടൻ തന്നെ നമ്മുടെ പരിസരത്തുള്ള ആൾക്കാരോടൊക്കെ പറയുന്നുണ്ട് വെള്ളം കലങ്ങിയിട്ടുണ്ട്, സ്ഥലത്തുനിന്ന് മാറിപ്പോകണം. രാത്രി തന്നെ നിങ്ങൾ അറിയിച്ചു. ആ സമയത്ത് തന്നെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് മാറിക്കൊള്ളണം, വെള്ളം കലങ്ങി വരുന്നുണ്ട്, വളരെ ഇതാണെന്നാണ് പറഞ്ഞ് ഞങ്ങൾ അവിടെ കുറച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ പാലവും ആൾക്കാരും കൂടി ഒലിച്ച് ഇത് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഉടൻ തന്നെ നമ്മൾ തിരിച്ച് വന്ന് നമ്മളെ വണ്ടിയിൽ ആൾക്കാരെ ഏകദേശം 45ഓളം പേരെ നമ്മൾ ആ സ്പോട്ടിൽ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് നമ്മൾ വണ്ടിയുടെ ലൈറ്റിലാണ് പോകുന്നത്. ലൈറ്റില്ല, ഒന്നുമില്ല, വേറെ ഒരു സംവിധാനം ഇല്ലാത്ത അവസ്ഥയായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മൾ വനംവകുപ്പിൻ്റെ വണ്ടി പിന്നെ മറ്റ് സ്റ്റേഷനിൽ നിന്നുള്ള ബാക്കിയുള്ള സ്റ്റാഫിനെ വിളിച്ച് വരുത്തി ഇവിടെയുള്ള ആൾക്കാരെ രക്ഷിക്കാനാണ്. പക്ഷേ പെട്ടെന്ന് വീണ്ടും വെള്ളം കയറുകയാണ് ഇത്. ആ സമയത്ത് ഇപ്പം പ്രദീപ് സാർ പറയുന്നത് ആദ്യ പൊട്ടലിനെ കുറിച്ചല്ലേ? അതെ, ആദ്യത്തെ പൊട്ടലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷമാണ് പിന്നീട് ഞങ്ങൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഇടക്കാണ് വീണ്ടും രണ്ടാമത് വെള്ളം കയറി വരികയും പിന്നെ ഞങ്ങളൊക്കെ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഏത് ഭാഗത്തുണ്ടായിരുന്നു? ഞങ്ങൾ ഇതിന് പാലത്തിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് പാലം പോയിരിക്കുകയാണ് ആദ്യം. അതിന് തൊട്ടിപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ കഴിയാവുന്ന ആൾക്കാരെയൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു ഉദ്യോഗസ്ഥർ കൂടി ഉണ്ട്. നിങ്ങൾ ഈ കാഴ്ച കാണുന്നത്, അതായത് പതിവായിട്ട് പട്രോളിംഗ് നടത്തുന്ന ആളുകളാണ്. അന്ന് എന്തെങ്കിലും പ്രത്യേകത തോന്നിയിരുന്നു? പ്രത്യേകത പറഞ്ഞാൽ നമ്മളെ പച്ചക്കാട് ഭാഗത്ത് ആന ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അന്ന് രാത്രി നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഈ ആന എന്താണെന്ന് പതിവിൽ അത്രയും കാലങ്ങളിൽ ഇറങ്ങാത്ത ഏരിയയിൽ കൂടിയൊക്കെ ഈ ആന ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആന കുറേ നേരം ഒരു 1-1.25 വരെ ഈ ആനനെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ആന എല്ലായിടത്തും എത്തുന്നുണ്ട്, ഇങ്ങനെ വട്ടം കറങ്ങി തിരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ആനൻ്റെ ഈ കാട്ടിലേക്ക് കയറിയതായിട്ടുള്ളൊരിത് കണ്ടേരം ഈ കാലിൻ്റെതെല്ലാം ചവിട്ടെല്ലാം കണ്ടപ്പോൾ നല്ല അത്യാവശ്യമല്ല നല്ല മഴയായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഒരു കോളനി ഉണ്ട്, പുഞ്ചിരിമറ്റം കോളനി ഉണ്ട്, അട്ടമല കോളനി ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് ഒന്ന് പോയി നോക്കാന്നുള്ളതിൽ ഫോറസ്റ്ററും ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. ഞങ്ങളിവിടെ വന്ന് ഈ പിന്നെ കോളനിക്ക് പോകാമെന്നുള്ള കരുതി കോളനിക്ക് പോകുമ്പോൾ പോയാലെല്ലാം ഭയങ്കര വെള്ളമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കണ്ട കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. ഈ മഴ ഇങ്ങനെ കണ്ടപ്പോൾ ആളുകളൊക്കെ ഏകദേശം പരിഭ്രാന്തിയിലാണ്. അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു വെള്ളം കൂടിക്കിന്, നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് പോയി ഈ അട്ടമല കോളനി, അങ്ങോട്ട് എറാട്ടക്കുണ്ട് കോളനി ഉണ്ട്, അങ്ങോട്ട് പോകാൻ നോക്കുമ്പോൾ ആ പാലം മുങ്ങുന്നതാണ് കാണുക. ആ ചെറിയൊരു പാലമുണ്ട്, പിന്നെ അങ്ങോട്ട് പോകാൻ കഴിയില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്ന് ഞങ്ങൾ ഈ ഇവിടുത്തെ ഈ ചൂരൽമല പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഇവിടുത്തെ ഈ സ്ഥിതി ബാക്കിയുള്ള അറിയിക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തോ. ഈ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാക്കിയുള്ള സ്റ്റേഷനിലൊക്കെ അയച്ചു കൊടുത്ത് പിന്നെ ഞങ്ങൾ തന്നെ അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ അപ്പം ഈ അങ്ങാടിയിൽ അപ്പം നിൽക്കുന്ന വീടിൻ്റെ മുകളിൽ നിന്നൊക്കെ ഉണ്ട് കുറേ ആളുകളെ വെളിച്ചെല്ലാം കാട്ടുന്നു. അപ്പോൾ അവരോടൊക്കെ ഞങ്ങൾ പറഞ്ഞ് സ്ഥിതി ഏകദേശം ഡേഞ്ചറാണ്, നിങ്ങൾ അവിടുന്ന് മാറണോ, ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ തിരിച്ച് ഞങ്ങൾ ഇവിടുന്ന് 1 കിലോമീറ്റർ എത്തുന്നതിന് മുമ്പേ ഇവിടുന്ന് വിളിച്ച് ഇവിടെയുള്ള നാട്ടുകാരെ ഞങ്ങൾ പറഞ്ഞ ആളുകൾ ഞങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ ഇവിടുന്ന് കഴിച്ചിലായോ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ചൂരൽ നന്നായിട്ട് വെള്ളത്തിലായി ചളിയും മണ്ണും അടിഞ്ഞാണ്. അപ്പോൾ ഞങ്ങൾ രക്ഷപ്പെട്ട് നൂൽക്കാണ്. ഇതാണ് കറക്റ്റ് സത്യം. ഇപ്പം പൊതുവേ നിങ്ങൾ മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ കാണുന്നതാണ്, അതിനെ ഇടപെടുന്നതുമാണ്. അപ്പോൾ അന്നെന്ത് അസ്വാഭാവികത ഫീൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ട്? സ്വാഭാവികമായിട്ട് ആന ഇങ്ങനെ ഒരു വെപ്രാളപ്പെട്ടിട്ട് ആനകളൊക്കെ ഓടണം, മൃഗങ്ങളൊക്കെ കരയണം, പിന്നെ ഫുള്ള് നിലവിളിയാണ് ആ സമയത്തുള്ളത്. അങ്ങനെയുള്ളൊരു സംഭവമാണ്. അതിൽ നമ്മുടെ വണ്ടി 1.5 മണിക്കൂർ ഇട്ടിട്ടാണ് ആ ലൈറ്റിലാണ് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. ഇത്തരത്തിലാണ് ശ്രമകരമായ ദൗത്യം എന്നതിനപ്പുറത്തേക്ക് ഇവരുടെ പ്രവർത്തനങ്ങളെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഫോറസ്റ്റ് ജീവനക്കാർ ഉൾപ്പെടെ മറ്റ് സേനാവിഭാഗങ്ങളൊക്കെ സജീവമായി ഇടപെടൽ നടത്തുന്നുണ്ട്. എങ്കിൽ പോലും ആ ദിവസം കൃത്യമായി അത്ഭുതകരമായി രക്ഷപ്പെട്ട കുറച്ച് മനുഷ്യരാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയും ചെയ്തിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിനുവിനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, വയനാട്.